മാനദണ്ഡങ്ങൾ മറികടന്ന് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ നിയമനങ്ങൾ നൽകുന്നതായി പരാതി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയോ UGCയുടെയോ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. ഗസ്റ്റ് അധ്യാപകർക്ക് പൊതു അറിയിപ്പോ അഭിമുഖമോ ഇല്ലാതെ കാലാവധി നീട്ടി നൽകുന്നു എന്നും പരാതിയുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഇതെത്ര കാലമായി ഇങ്ങനെയാണോ ഈ നിയമനങ്ങളൊക്കെ നടക്കുന്നത്? സർവത്ര പരാതിയാണല്ലോ. അനുജ, അമൃത, ഉദ്യോഗാർത്ഥികളുടെ ഈ ഗസ്റ്റ് അധ്യാപകരുടെ കൂട്ടായ്മയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി രംഗത്തെത്തുന്നത്. അത് തികച്ചും ജെന്യുവിനായ ഒരു പരാതിയുമാണ്. ഇപ്പോൾ ഈ ഒരു വർഷത്തേക്കും മറ്റും നിയമിക്കപ്പെട്ടിട്ടുള്ള ഗസ്റ്റ് ലെക്ചറർമാർക്ക്, അതായത് താൽക്കാലികമായി നിയമിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പൊതു പുനരറിയിപ്പോ അഭിമുഖങ്ങളോ ഇല്ലാതെ തുടർച്ചയായതും നിയമവിരുദ്ധവുമായ കാലാവധി ദീർഘിപ്പിക്കൽ നൽകുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും UGC മാനദണ്ഡങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളുടെ അട്ടിമറിയാണ് ഇത് എന്നുകൂടി ഇവർ പറഞ്ഞു വെക്കുകയാണ്. ഇത്തരത്തിലൊക്കെ തുടർച്ചയായി ഇവർക്ക് ഇങ്ങനെ കാലാവധി നീട്ടി നൽകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക്, പുറത്തു നിൽക്കുന്നവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. തുല്യ അവസരം നിഷേധിക്കലാണ് ഇതിലൂടെ വഴിയൊരുങ്ങുന്നത് എന്നാണ് പ്രധാനമായും ഈ അധ്യാപകരുടെ കൂട്ടായ്മ, ഗസ്റ്റ് അധ്യാപകരുടെ കൂട്ടായ്മ പറയുന്നത്. ഇത് മലയാളം സർവകലാശാലയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇപ്പോൾ അവർ. നമ്മൾ നിരവധി ഉദ്യോഗാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഇക്കാര്യത്തിൽ വലിയ പരാതിയും പരിഭവവും ഉണ്ട്. ഒരു ബൈറ്റായിക്കൊണ്ട് ഇത് നൽകാൻ അവർക്ക് സാധിക്കാത്തത് ഒരു പക്ഷേ അവരെ ഈ പ്രതികരണമായി പുറത്തു വരുമ്പോൾ അത് ഭാവിയിൽ അവരുടെ ജോലിയെ അടക്കം ബാധിച്ചേക്കാം എന്നുള്ള ആശങ്കകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഇത്തരത്തിൽ പുതിയ ആളുകൾക്ക് നിയമനം നൽകാത്തത് ഒരുപാടധികം ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. ഇവർ പറയുന്നത്, ഇതിനൊരു പരിഹാരമായി പറയുന്നത്, ഒരു അധ്യയന വർഷത്തെ പ്രഖ്യാപിത കാലാവധി പൂർത്തിയാക്കിയ ഗസ്റ്റ് ലെക്ചറർമാരുടെ എല്ലാ നിയമന വിരുദ്ധമായ വിപുലീകരണങ്ങളും നിർത്തുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഈ ആവശ്യം നിറവേറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.